ഒരു വീട്ടിന് മുന്നിൽ കല്യാണ വേഷത്തിൽ നരേന്ദ്രൻ സ്കൂട്ടറിൽ ഇരിക്കുകയാണ്. അടുത്തായി അയാളുടെ ഭാര്യയും കുഞ്ഞുമുണ്ട്. അവർ അവിടെ കുറെ നേരമായി ആരെയോ കാത്തു നിൽക്കുകയാണ്. നരേന്ദ്രൻ ഇതുപോലെ വിവാഹ വേഷത്തിൽ ഈ ദിവസം 7 വർഷമായി ഇങ്ങനെ വരുന്നുണ്ട്. ഈ 7 വർഷവും കല്യാണിയെ നരേന്ദ്രൻ വിവാഹം കഴിച്ചതായി സങ്കല്പിച്ച് കല്യാണി ആ കാണുന്ന വീട്ടിലേക്ക് കയറ്റി വിടുന്നു. ഇതാണ് 7 വർഷമായി നടക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ പൂജാരിയും കുറച്ചു പേരും അർദ്ധനാരികളുടെ വേഷത്തിൽ അവിടെ വന്ന് ആ വീട്ടിന്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി കുറച്ച് പൂജ ചെയ്തതിന് ശേഷം ആ വീട്ടിന് ചുറ്റും പൂജിച്ച നൂല് കെട്ടിയിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു പേപ്പർ കവർ വാങ്ങുകയാണ്. അതിൽ വിവാഹത്തിന് കല്യാണിക്ക് കൊടുക്കുന്ന സമ്മാനമാണ്. എല്ലാവരും ക്യാഷാണ് ആ കവറിൽ വെച്ചിരിക്കുന്നത്. അത് ആ പൂജാരി ഫ്രണ്ട് ഡോറിന്റെ അടിയിലൂടെ അകത്തേക്ക് ഇടുകയാണ്. സ്ത്രീകൾക്ക് ആ വീട്ടിന്റെ അകത്ത് കയറാൻ കഴിയില്ല. അഥവാ കയറിയാൽ മൂന്നായി തിരിച്ചു വരും. ആ വീട്ടിൽ കല്യാണിയുടെയും കല്യാണിയുടെ അമ്മയുടെയും ആത്മാക്കളുണ്ട്. ശേഷം അവരെല്ലാവരും കയറ്റിപ്പൂട്ടി അവിടെ നിന്നും പോകുന്നു. പോകാൻ സമയം ആ പൂജാരി കല്യാണിയുടെ വിവാഹം എല്ലാ ആചാരങ്ങളോടും കൂടി നടത്തിയിട്ടുണ്ട്. ഇനി ഒരു വർഷത്തേക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ശേഷം എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ വിഷമിച്ചിരിക്കുന്ന നരേന്ദ്രന്റെ ഭാര്യ വഴക്കു പറയുകയാണ്. അടുത്ത സീനിൽ വിവാഹം നടക്കുന്ന വീടാണെന്ന് വിചാരിച്ച് ഒരു കള്ളൻ ആ വീട്ടിന്റെ അകത്ത് കയറുന്നു. അകത്ത് കയറുന്ന അയാൾ എന്തോ കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ്. അടുത്ത ദിവസം അയൽവാസിയായ ഒരാൾ ആ വീട്ടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. പേടിച്ച് ആരും അകത്ത് പോകാതെ നിൽക്കുകയാണ്. ആ വീട്ടിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് അവിടെയുള്ള എല്ലാവരും കാണുന്നു. അപ്പോൾ അവിടെ വരുന്ന പൂജാരി മായയോട് ആരാണെന്നും ഈ വീട്ടിൽ എന്തിനാണ് വന്നതെന്നും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മായ ഒരാൾ ആ വീട് വാടകയ്ക്ക് മായയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അത് കാണുന്ന മായ ഇന്നലെ രാത്രി ബസ് സ്റ്റോപ്പിൽ ഒരു ഫ്രണ്ടിനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ എന്റെ അടുത്ത് വന്ന് വാടകയ്ക്ക് ഒരു വീടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായാണ് ഈ നാട്ടിൽ വരുന്നത് എന്നൊക്കെ മായ പറയുന്നത് കേൾക്കുന്ന എല്ലാവരും ഒരു രാത്രി മുഴുവൻ ഈ വീട്ടിൽ താമസിച്ചിട്ട് നിനക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞ് അന്തവിട്ട് നിൽക്കുകയാണ് എല്ലാവരും. ശേഷം എല്ലാവരും വീട്ടിന്റെ അകത്ത് കയറി നോക്കുകയാണ്. വീട്ടിന്റെ അകമെല്ലാം വൃത്തിയായി കിടക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. എന്നിട്ട് അവർ മായയോട് വീട് വൃത്തിയാക്കിയപ്പോൾ ക്യാഷുള്ള കവർ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ മായ എല്ലാവർക്കും കവർ എടുത്ത് കൊടുക്കുകയാണ്. അതെല്ലാം കയ്യിൽ കിട്ടുമ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം മായയുടെ തലയിൽ രണ്ട് സൈഡിലായി കല്യാണിയും കല്യാണിയുടെ അമ്മയും വരുന്നു. അത് കണ്ട് പേടിക്കുന്ന മായ രാത്രി നടന്ന സംഭവം ഓർമ്മിക്കുകയാണ്. രാത്രി ആ വീട്ടിന്റെ അകത്ത് കയറുന്ന മായയുടെ ശരീരത്തിൽ ആ രണ്ട് ആത്മാക്കളും കയറുകയാണ്. ഇതെല്ലാം ആ കള്ളനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ആത്മാക്കൾ ചെയ്യിച്ചതാണ്. അവരെ 7 വർഷമായി ആ വീട്ടിന്റെ അകത്ത് ബന്ധിച്ചിരിക്കുകയായിരുന്നു. മായ വഴി ഇനി അവർക്ക് പുറത്തു പോകാൻ കഴിയും. ഇവിടെ പോകുമ്പോഴും അവരെ രണ്ടുപേരെയും കണ്ട് പേടിച്ചാണ് മായ നിൽക്കുന്നത്. ഓഫീസിൽ പോകുമ്പോഴും അവിടെയും അവർ രണ്ടുപേരും മായയെ ടെൻഷൻ അടുപ്പിക്കുകയാണ്. മായയുടെ ബോസ് വിളിപ്പിച്ചിട്ട് ബോസ് മായയോട് സ്ത്രീകളെ മൊത്തത്തിൽ കുറ്റപ്പെടുത്തി പറയുകയും മായ ചെയ്ത റിപ്പോർട്ട് ശരിയായില്ല എന്നും പറഞ്ഞ് വഴക്ക് പറയുന്ന സമയം അവിടെ കല്യാണിയും കല്യാണിയുടെ അമ്മ വരികയും മായയുടെ ബോസിനെ ബിൽഡിങ്ങിന്റെ താഴേക്ക് എടുത്തെറിയുകയും ചെയ്യുന്നു. അവിടെ വരുന്ന മറ്റു സ്റ്റാഫുകളോട് ബോസ് സൂയിസൈഡ് ചെയ്തു എന്ന് പറയുകയാണ് മായ. അത് കേട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ഓഫീസിൽ നിന്ന് പോകാൻ നിൽക്കുന്ന മായയോട് മായയുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറയുമ്പോൾ മായ അവരോട് വയലന്റായി സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം വീട്ടിൽ നിന്ന് മായയെ മായയുടെ അമ്മ ഫോണിൽ വിളിച്ചിട്ട് ലീവ് കിട്ടുമ്പോൾ നാട്ടിലേക്ക് വരണമെന്ന് പറയുകയാണ്. അങ്ങനെ വിഷമിച്ച് മായ ഇരിക്കുമ്പോൾ അവിടെ വരുന്ന കല്യാണിയും കല്യാണിയുടെ അമ്മയും മായയോട് ഞങ്ങളുടെ പ്രതികാരം തീരുന്നത് വരെ മായയ്ക്ക് ഒരിടത്തും പോകാൻ കഴിയില്ല എന്നും അതിന് സമ്മതിച്ചില്ല എങ്കിൽ അച്ഛനെയും അമ്മയും കൊന്നുകളയുമെന്നും പറഞ്ഞ് മായയെ ഭീഷണിപ്പെടുത്തുകയാണ്. അടുത്ത സീനിൽ ഇൻസ്പെക്ടർ മായയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ജീപ്പിൽ കയറ്റുകയാണ്. ആ വീട് വാടകയ്ക്ക് ആരോ കൊടുത്തു എന്ന് മായ പറഞ്ഞത് ആ കാര്യം അന്വേഷിക്കാനാണെന്നും പറഞ്ഞാണ് മായയെ ഇൻസ്പെക്ടർ കൊണ്ടുപോകുന്നത്. മായയെ കൊണ്ടുപോകുന്ന വഴി ഇൻസ്പെക്ടർ മായയോട് മോശമായി പെരുമാറുന്നത് കാണുന്ന അവർ ഇൻസ്പെക്ടറെ ഉൾപ്പെടെ ജീപ്പ് കത്തിക്കുകയാണ്. ശേഷം രാത്രി നരേന്ദ്രന്റെ ഏട്ടത്തി ഗുലാബിയെ അന്വേഷിച്ച് മായ ഗുലാബിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഗുലാബി ഇല്ലെന്ന് അറിയുന്ന കല്യാണിയും കല്യാണിയുടെ അമ്മയും അവിടെ വരികയാണ്. അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ഗുലാബിയുടെ ഹസ്ബൻഡ്. 7 വർഷം മുമ്പ് നരേന്ദ്രൻ കല്യാണിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സമയം ഗുലാബി നരേന്ദ്രനോട് കല്യാണിയും കല്യാണിയുടെ അമ്മയും മന്ത്രവാദിനികളാണെന്നും വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നും പറഞ്ഞിരുന്നു. അതിന്റെ ദേഷ്യത്തിന് അവർ ഗുലാബിയുടെ ഹസ്ബൻഡിനെ കൊല്ലുകയാണ്. ഗുലാബി തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ശേഷം ഗ്രാമത്തിലെ മാസ്റ്റർ ജിയെയും കൊല്ലുന്നു. മാസ്റ്റർ ജിയെ അവരുടെ വിവാഹത്തിന് തടസ്സം നിന്നതാണ്. തുടർന്ന് നരേന്ദ്രനെ കാണാൻ വേണ്ടി മായ നരേന്ദ്രന്റെ വീട്ടിൽ പോകുമ്പോൾ നരേന്ദ്രന്റെ ഭാര്യ മായയോട് മോശമായി പെരുമാറുകയും ദേഷ്യപ്പെടുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ 7 വർഷം മുമ്പ് എന്താണ് കല്യാണിക്കും അമ്മയ്ക്കും സംഭവിച്ചതെന്ന് കാണിക്കുകയാണ്. വിവാഹത്തിന്റെ അന്ന് ഒരുങ്ങുന്ന കല്യാണിയുടെ അടുത്ത് വരുന്ന കല്യാണിയുടെ അമ്മ സാധാരണ ഒരു മനുഷ്യനെ വിവാഹം കഴിച്ചാൽ നമ്മുടെ ശക്തികൾ പോകുമെന്ന് പറയുന്നത് കേൾക്കുന്ന കല്യാണി നരേന്ദ്രനെ മാത്രമേ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് അവർ പരസ്പരം ശക്തികൾ പ്രയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം അവർ രണ്ടുപേരും മരിക്കുകയാണ്. അവർ പരസ്പരം മരിക്കാനുള്ള കാരണം നരേന്ദ്രനാണ്. അതുകൊണ്ട് നരേന്ദ്രനെ സ്വന്തമാക്കാൻ നരേന്ദ്രന്റെ ഭാര്യയെ കൊല്ലണമെന്ന് പറഞ്ഞ് അവർ നരേന്ദ്രന്റെ ഭാര്യയെ കൊല്ലുകയാണ്. അടുത്ത സീനിൽ മായയെ കാണാൻ നരേന്ദ്രൻ വരുമ്പോൾ മായ തലയിറങ്ങി വീഴുകയും മായയുടെ ശരീരത്തിൽ നിന്ന് കല്യാണി ഇറങ്ങി നരേന്ദ്രന്റെ അടുത്തേക്ക് പോകുമ്പോൾ കല്യാണിയെ തടഞ്ഞുകൊണ്ട് അവിടെ കല്യാണിയുടെ അമ്മ വരുന്നു. രണ്ടുപേരും പരസ്പര ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയും കല്യാണിയുടെ അമ്മ കല്യാണിയെയും കൊണ്ട് അവരുടെ ലോകത്തേക്ക് പോവുകയും ചെയ്യുന്നു.
അവിടെ വെച്ച് അവർ രണ്ടുപേരും പരസ്പരം എതിരായി ശക്തികൾ പ്രയോഗിക്കുകയാണ്. ആ സമയം നരേന്ദ്രൻ മായയെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് രണ്ട് ആത്മാക്കളും പരസ്പരം കഴുത്തി ഞെരിക്കുന്ന സമയം രണ്ടുപേരും അദൃശ്യമായി പോവുകയാണ്. ശേഷം ഗുലാബി ആ വീട്ടിന്റെ അകത്ത് കയറുകയാണ്. അടുത്ത സീനിൽ നരേന്ദ്രൻ മായയെ നാട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ സമയം മറുവശത്ത് ഗുലാബി ഒരു ഓട്ടോയിൽ കയറുമ്പോൾ ഗുലാബിയുടെ തലയുടെ രണ്ട് സൈഡിലും കല്യാണിയും അമ്മയും വരുന്നതും കാണിച്ച് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വരുന്നതുവരെ ബൈ.